BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പ്രതിപക്ഷ ഉപനേതാവ് പദവി ആവശ്യപ്പെട്ട അടഞ്ഞു നിൽക്കുന്ന CPI-യെ അന്വയിപ്പിക്കാൻ LDF-ന്റെ യോഗം വിളിക്കാൻ CPM ശ്രമം. യോഗം വിളിക്കാൻ തടസ്സമില്ലെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ചേർന്ന മുന്നണി യോഗം തിരഞ്ഞെടുപ്പ് അവലോകനത്തിന് ജൂൺ 15-നകം പ്രത്യേക യോഗം വിളിക്കാൻ തീരുമാനിച്ചാണ് പിരിഞ്ഞത്. പിന്നീട് യോഗം വിളിക്കാനായിട്ടില്ല. നിയമസഭാ സമ്മേളനം കഴിഞ്ഞിട്ടും LDF-ന് പാർലമെന്ററി പാർട്ടി യോഗം ചേരാനുമായിട്ടില്ല. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്ന ആവശ്യത്തിൽ CPI ഉറച്ചു നിൽക്കുകയാണ്. നൽകാനാവില്ലെന്ന് CPM പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വ്യക്തമാക്കുകയും ചെയ്തു. സർക്കാരിനെതിരെ രാഷ്ട്രീയപരമായി ഒട്ടേറെ വിഷയങ്ങൾ ഉയർന്നിട്ടും LDF-ന് കൂട്ടായ തീരുമാനമെടുത്ത് മുന്നോട്ടു പോകാനാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ഇത് പ്രതിപക്ഷം ദുർബലമാകുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കുന്നതായി കക്ഷി നേതാക്കളും സമ്മതിക്കുന്നുണ്ട്. ഇത്തരം വിമർശനം കടുത്തതോടെയാണ് എങ്ങനെയെങ്കിലും യോഗം ചേരാൻ CPM വഴി തേടുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് പദവി ചർച്ചകൾ ഒഴിവാക്കി മുന്നണി യോഗം ചേരാമെന്ന് CPI-യെ അറിയിക്കാൻ കൺവീനർ TP രാമകൃഷ്ണനോട് CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. CPI-യുടെ ആവശ്യത്തിൽ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹാരമുണ്ടാകുമെന്ന നിർദ്ദേശമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. ഉഭയകക്ഷി ചർച്ച CPI അംഗീകരിക്കുമെന്ന നിലയിലാണ് സംശയം. തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി മറികടക്കാൻ മുന്നണിയുടെ പ്രവർത്തനത്തിൽ മാറ്റം വേണമെന്ന CPI ആവശ്യം. അതിനാണ് പ്രതിപക്ഷ ഉപനേതാവ് പദവി പാർട്ടി ആവശ്യപ്പെടുന്നത്. അതേസമയം ഒറ്റ പാർട്ടിയുടെ നിയന്ത്രണം LDF-ന് വേണ്ടെന്നാണ് CPI-യുടെ ഉള്ളിലിരിപ്പ്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.